ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലേക്ക് നിങ്ങൾക്ക് സ്നേഹത്തോടെ സ്വാഗതം. കർത്താവിൽ നമുക്ക് ഒരുമിച്ച് അഭയം കണ്ടെത്താം, അല്ലേ? അവന്റെ വചനത്തിൽ നിന്ന് ഒരുമിച്ച് നമുക്ക് ശക്തി പ്രാപിക്കാം. ആമേൻ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ദൈവവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് നോക്കുന്നത്. തലമുറകളിലൂടെ ദൈവം എത്ര വിശ്വസ്തനാണ്, പക്ഷെ അതേസമയം മനുഷ്യൻ എത്ര ബലഹീനനാണ് എന്നൊക്കെ ഒരുമിച്ച് കാണിക്കുന്ന ഒരു അധ്യായം. അതെ, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം. ഇസഹാക്കിന്റെ ജീവിതം, അബ്രഹാമിന്റെ മകൻ. ദൈവം എങ്ങനെയാണ് തന്റെ വാഗ്ദാനങ്ങൾ തലമുറകളിലൂടെ ഇങ്ങനെ കാത്തുസൂക്ഷിക്കുന്നത്, പിന്നെ പ്രതിസന്ധികൾ വരുമ്പോഴെങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്കിതിൽ നിന്ന് പഠിക്കാൻ പറ്റും. തീർച്ചയായും. കഴിഞ്ഞ ആഴ്ച നമ്മൾ യാക്കോബിന്റെയും ഏശാവിന്റെയും ജനനം, ആ ഒരു തുടക്കം, പിന്നെ അബ്രഹാമിന്റെ മരണമൊക്കെ കണ്ടു നിർത്തി. ഇപ്പോൾ ഈ അധ്യായം മുഴുവനായും ഇസഹാക്കിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ദേശത്തൊരു വലിയ ക്ഷാമമുണ്ടായല്ലോ, ആ സമയത്തെ അനുഭവങ്ങൾ. ശരിയാണ്. ഈ അധ്യായം ഇങ്ങനെ വായിക്കുമ്പോൾ ഇസഹാക്കിന്റെ ജീവിതം, എന്താ പറയാ, ഒരുപാട് സംഭവങ്ങളുണ്ട്. ക്ഷാമം വരുന്നു, ദൈവം പ്രത്യക്ഷപ്പെടുന്നു, വാഗ്ദാനം കൊടുക്കുന്നു. പക്ഷേ തൊട്ടടുത്ത് ഭയം വരുന്നു, പഴയ തെറ്റ് ആവർത്തിക്കുന്നു. അതെ അതെ. എന്നിട്ട് ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കുന്നു, വലിയ അഭിവൃദ്ധി ഉണ്ടാകുന്നു. പക്ഷേ അത് അസൂയയ്ക്കും വഴക്കിനും കാരണമാകുന്നു. അവസാനം ശത്രുക്കളുമായിട്ടൊരു സമാധാന ഉടമ്പടി. അങ്ങനെ ഒരു ജീവിതത്തിന്റെ പല മുഖങ്ങൾ ഇതിലുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കാൻ വിളിയുണ്ടായിട്ടും സാഹചര്യങ്ങളെ പേടിച്ച് എളുപ്പത്തിൽ വീണുപോകുന്ന മനുഷ്യന്റെ ബലഹീനത. ഇത് രണ്ടും ഒരുമിച്ച് കാണുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പ്രതിസന്ധികളിൽ ദൈവം വഴി തുറക്കുന്നത്, പിന്നെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോഴും സമാധാനത്തിന്റെ വഴി തെരഞ്ഞെടുക്കേണ്ടതിന്റെ പ്രാധാന്യം. ശരിയാണ്. ദൈവാനുഗ്രഹം ശത്രുക്കളെപ്പോലും മാറ്റിയെടുക്കുന്നത്. അങ്ങനെ ഒരുപാട് ആഴത്തിലുള്ള കാര്യങ്ങൾ നമുക്കിതിൽ കാണാം. നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ ശരി. അധ്യായം തുടങ്ങുന്നത് തന്നെ ഒരു വലിയ പ്രതിസന്ധിയിലാണല്ലോ. അബ്രഹാമിന്റെ കാലത്തും ഇതുപോലെ ഒരു ക്ഷാമം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. കനാൻ ദേശത്ത് വീണ്ടും കഠിനമായ ക്ഷാമം. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ ചിന്തിക്കുന്നത് വെള്ളവും ഭക്ഷണവുമുള്ള ഈജിപ്തിലേക്ക് പോകാനാണ്. അതെ, ഇസഹാക്കും ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം ചിന്തിച്ചത്. അങ്ങനെയാണ് ഗെരാറിലേക്ക് വരുന്നത്, ഫെലിസ്തീയരുടെ രാജാവായ അബിമേലെക്കിന്റെ അടുത്തേക്ക്. ഒരുപക്ഷെ ഈജിപ്തിലേക്കുള്ള യാത്രയുടെ ഭാഗമായിട്ടാവാം. എന്നാൽ അവിടെയാണ് ദൈവത്തിന്റെ ഇടപെടൽ. മനുഷ്യന്റെ പദ്ധതികൾക്കപ്പുറം ദൈവത്തിൻ്റെതായ ഒരു പദ്ധതി. യഹോവ ഇസഹാക്കിന് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് വളരെ വ്യക്തമായി പറയുന്നു, നീ ഈജിപ്തിലേക്ക് പോകരുത്. ഞാൻ നിന്നോട് പറയുന്ന ഈ ദേശത്ത് തന്നെ പാർക്കണം. എന്തിനാണ്? കാരണം ഇതാണ് വാഗ്ദത്ത ദേശം. എന്നിട്ട് ആ പഴയ വാഗ്ദാനം, അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം പുതുക്കുകയാണ്. നീ ഈ ദേശത്തെ പാർക്ക്, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. ആകാശത്തിലെ നക്ഷത്രം പോലെ സന്തതിയെ വർദ്ധിപ്പിക്കും, ഈ ദേശം തരും, നിന്റെ സന്തതിയിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെയുള്ള ആ അബ്രഹാമിനോടുള്ള ഉടമ്പടി, അത് ഇസഹാക്കിനും ബാധകമാണെന്ന് ദൈവം വീണ്ടും ഉറപ്പിക്കുന്നു. ഇതിനൊരു കാരണം കൂടി ദൈവം പറയുന്നുണ്ട്, അബ്രഹാമിന്റെ അനുസരണം. അതെ, അബ്രഹാം എന്റെ വാക്കുകേട്ടു, എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചു. അത് ദൈവം ഓർക്കുന്നു. ശരിയാണ്. ഇത് നമ്മളോടൊരു വലിയ കാര്യം പറയുന്നുണ്ട്. ദൈവാനുഗ്രഹം എന്നത് വെറുതെ കിട്ടുന്ന ഒന്നല്ല. അത് ദൈവവുമായുള്ള ഒരു ബന്ധം, അവന്റെ വാക്കുകൾ അനുസരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അബ്രഹാം അനുസരിച്ചത് തലമുറകൾക്ക് അനുഗ്രഹമായി. പ്രതിസന്ധി വന്നപ്പോൾ എളുപ്പവഴി തേടി ഈജിപ്തിലേക്ക് ഓടാതെ ദൈവം പറഞ്ഞിടത്ത് അവന്റെ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കാൻ ദൈവം ആവശ്യപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വരുമ്പോൾ നമ്മൾ ഈജിപ്റ്റാണോ വാഗ്ദത്ത ദേശമാണോ തിരഞ്ഞെടുക്കുന്നത് എന്ന് ചിന്തിക്കണം. തീർച്ചയായും. പക്ഷേ ഇത്ര വലിയ ഉറപ്പൊക്കെ ദൈവം കൊടുത്തിട്ടും തൊട്ടടുത്ത വാക്യങ്ങളിൽ നമ്മൾ കാണുന്നതെന്താണ്? ഇസഹാക്കിന്റെ പേടി. ഗെരാറിലെ ആളുകൾ ഭാര്യ റെബേക്കയെ കണ്ട് മോഹിച്ച് അവളെ സ്വന്തമാക്കാൻ തന്നെ കൊല്ലുമോ എന്ന് അവൻ പേടിച്ചു. കാരണം റെബേക്ക അതിസുന്ദരിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതെ, അതുകൊണ്ട് അവൻ അവരോട് അവൾ എന്റെ സഹോദരിയാണ് എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടല് തോന്നുമല്ലേ? ശരിക്കും. കാരണം ഇതേ കാര്യം, ഇതേപോലത്തെ സാഹചര്യം ഇതേ സ്ഥലത്ത് ഗെരാറിലും അതിനു മുമ്പ് ഈജിപ്തിലും അബ്രഹാം സാറായെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെ, അന്ന് വലിയ പ്രശ്നമായതാണ്. എന്നിട്ടും അതേ തെറ്റ് മകൻ ആവർത്തിക്കുന്നു. ദൈവത്തിന്റെ വലിയ വാഗ്ദാനങ്ങൾ മനസ്സിലുണ്ടായിട്ടും കൺമുന്നിലെ ആ പേടി മനുഷ്യനെ എത്ര പെട്ടെന്നാണ് കീഴടക്കുന്നത്.
ഒരുപക്ഷെ തലമുറകളിലൂടെ കൈമാറി വരുന്ന ഒരു പാപസ്വഭാവം പോലെ. ശരിയാണ്. ഈ നുണയുടെ ബലത്തിൽ കുറച്ചുകാലം അവിടെ കഴിഞ്ഞു. പക്ഷെ സത്യം അധികകാലം ഒളിച്ചുവെക്കാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം അബീമേലെക്ക് രാജാവ് ജനലിലൂടെ നോക്കുമ്പോൾ ഇസ്സഹാക്ക് റിബേക്കയെ ലാളിക്കുന്നത് കണ്ടു. സഹോദരങ്ങൾ തമ്മിൽ അങ്ങനെയല്ലല്ലോ പെരുമാറുക. രാജാവിന് കാര്യം പിടികിട്ടി. ഉടനെ ഇസ്ഹാക്കിനെ വിളിച്ചു. എന്നിട്ട് ശകാരിക്കുകയാണ്. അവൾ നിന്റെ ഭാര്യയല്ലേ ഉറപ്പായും, പിന്നെ എന്തിനാ സഹോദരി എന്ന് പറഞ്ഞത്? ഇസ്സഹാക്കിന് സമ്മതിക്കേണ്ടി വന്നു. അവൾ കാരണം ഞാൻ മരിച്ചു പോകുമോ എന്ന് പേടിച്ചു. എന്നാൽ ഇവിടെ അബീമേലെക്കിന്റെ പ്രതികരണം നമ്മൾ ശ്രദ്ധിക്കണം. അവൻ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു രാജാവാണ്. പക്ഷെ അവനൊരു ധാർമ്മികതയുണ്ട്. അതെ. അവൻ ചോദിക്കുന്നു, നീ എന്തായി ചെയ്തത്? ഞങ്ങളിൽ ആരെങ്കിലും അറിയാതെ നിന്റെ ഭാര്യയുടെ കൂടെ ശയിച്ചിരുന്നെങ്കിൽ നീ ഞങ്ങളുടെ മേൽ കുറ്റം വരുത്തുമായിരുന്നല്ലോ. തന്റെ ജനത്തെ പാപത്തിൽ വീഴാതെ നോക്കാനുള്ള ഒരു ചിന്ത അവനുണ്ട്. എന്നിട്ട് ഇസ്സഹാക്കിനും റിബേക്കയ്ക്കും സംരക്ഷണം കൊടുക്കാൻ ഒരു കൽപ്പനയിറക്കുകയാണ്. ഈ പുരുഷനെയോ അവന്റെ ഭാര്യയെയോ തൊടുന്നവൻ ആരായാലും അവനെ കൊല്ലും. നമുക്ക് മാത്രമല്ല, ചുറ്റുമുള്ളവർക്കും ദോഷം വരുത്തിയേക്കാം, അവരെയും പാപത്തിലാക്കിയേക്കാം. ശരിയാണ്. എന്നാൽ മറുവശത്ത് ഇസ്ഹാക്കിന്റെ ആ തെറ്റ് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാതെ ദൈവം എങ്ങനെ സംരക്ഷിക്കുന്നു എന്നും കാണണം. അബീമേലെക്കിന്റെ മനസ്സിൽ പോലും ദൈവം പ്രവർത്തിച്ച് സംരക്ഷണമൊരുക്കി. ദൈവത്തിന്റെ പദ്ധതിക്ക് നമ്മുടെ ബലഹീനതകളെ മറികടക്കാൻ കഴിയും. അതെ. ഈ സംഭവത്തിന് ശേഷം ദൈവം പറഞ്ഞ പോലെ ഇസ്ഹാക്ക് ആ ദേശത്ത് തന്നെ താമസിച്ചു, കൃഷി ചെയ്തു. അതിന്റെ ഫലം അത് ശരിക്കും അത്ഭുതമായിരുന്നു. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ വർഷം തന്നെ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വളർന്നു വളർന്ന് വലിയ ധനവാനായി മാറി. ഒരുപാട് ആടുമാടുകൾ, ഒരുപാട് ദാസന്മാർ. ദൈവത്തിന്റെ വാഗ്ദാനം അവിടെ നിറവേറുകയാണ്. വാഗ്ദത്ത ദേശത്ത് നിന്നതിന്റെ ഫലം. എന്നാൽ ഈ വലിയ അഭിവൃദ്ധി വേറൊരു പ്രശ്നത്തിന് കാരണമായി. എന്താണ്? ഫെലിസ്ത്യരുടെ അസൂയ. അവർക്ക് സഹിക്കാൻ പറ്റിയില്ല ഇസ്ഹാക്കിന്റെ ഈ വളർച്ച. അസൂയ കൂടിയപ്പോൾ അവർ ചെയ്തതൊരു ക്രൂരതയാണ്. ഇസ്ഹാക്കിന്റെ അപ്പനായ അബ്രഹാം അവിടെ കുഴിച്ചിരുന്ന കിണറുകളില്ലേ, ജീവന്റെ ഉറവിടം, അതെല്ലാം അവർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. മരുഭൂമിയിൽ കിണറ് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ശത്രുതയുടെ അടയാളമാണ്. അതുകൊണ്ടും തീർന്നില്ല. ഇസ്ഹാക്കിന്റെ ഈ ശക്തിയും സമ്പത്തും അവർക്കൊരു ഭീഷണിയായി തോന്നി. അവസാനം രാജാവ് അബീമേലെക്ക് തന്നെ ഇസ്ഹാക്കിനോട് പറഞ്ഞു, നീ ഞങ്ങളെക്കാൾ വലിയ ബലവാനായി, അതുകൊണ്ട് ഞങ്ങളെ വിട്ടുപോകണം. സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ഇവിടെ ഇസ്ഹാക്ക് എങ്ങനെ പ്രതികരിച്ചു എന്നത് നമ്മൾ നോക്കണം. ശരിയാണ്. അവൻ തർക്കിക്കാൻ പോയില്ല, യുദ്ധം ചെയ്യാൻ പോയില്ല, രാജാവിനോട് വഴക്കിട്ടില്ല. ശാന്തമായിട്ട് അവിടം വിട്ടു. ഗെരാർ താഴ്വരയിൽ പോയി കൂടാരമടിച്ചു. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവൻ എന്താ ചെയ്തത്? തന്റെ അപ്പൻ കുഴിച്ചിരുന്ന ഫെലിസ്ത്യർ മൂടിക്കളഞ്ഞ കിണറുകൾ വീണ്ടും കുഴിക്കാൻ തുടങ്ങി. വഴക്കുണ്ടാക്കി. തർക്കം കാരണം ഇസ്ഹാക്ക് ആ കിണറിനൊരു പേരിട്ടു, ഏസെക്. അതിന്റെ അർത്ഥം കലഹം അല്ലെങ്കിൽ തർക്കമെന്നാണ്. അവിടെ നിന്നും മാറി വേറൊരു കിണർ കുഴിച്ചു. അപ്പോഴും അവർ വന്നു ശണ്ടയിടാൻ. അതിന് സിത്ന എന്ന് പേരിട്ടു. അതായത് വിരോധം, ശത്രുത. 2 തവണയും പ്രശ്നമുണ്ടായപ്പോൾ ഇസ്ഹാക്ക് യുദ്ധത്തിനല്ല പോയത്. അവൻ സമാധാനപരമായി മാറിപ്പോവുകയാണ്. എന്നിട്ട് 3ാമതൊരു കിണർ കുഴിച്ചു. ഇത്തവണ വഴക്കുണ്ടായില്ല. അപ്പ ഇസ്ഹാക്ക് പറഞ്ഞു, ഇപ്പോൾ യഹോവ നമുക്ക് വിശാലത വരുത്തി, നമ്മൾ ഈ ദേശത്ത് വർദ്ധിക്കും. ആ കിണറിന് രഹോബോത്ത് എന്ന് പേരിട്ടു. രഹോബോത്ത്, വിശാലത, ഇടം. എന്തൊരു നല്ല മാതൃകയാണത്. അതെ. പ്രശ്നങ്ങളും എതിർപ്പുകളും വരുമ്പോൾ പ്രതികാരം ചെയ്യാതെ, വഴക്കിടാതെ, സമാധാനത്തിന്റെ വഴി നോക്കി ദൈവത്തിൽ ആശ്രയിച്ചു മുന്നോട്ടു പോകുമ്പോൾ അവസാനം ദൈവം ഒരു വിശാലത തരും. ജീവിതത്തിൽ ഏസെക്കും സെത്നയും ഒക്കെ ഉണ്ടാവാം. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചാൽ രഹോബോത്ത് എന്ന അനുഭവം ഉറപ്പാണ്. സ്ഥിരോത്സാഹം വേണം, പക്ഷേ സമാധാനപരമായിട്ട്. അതാണ് ദൈവാനുഗ്രഹം കൊണ്ടുവരുന്നത്. ഗെരാർ താഴ്വരയിലെ ഈ അനുഭവങ്ങൾക്ക് ശേഷം ഇസ്ഹാക്ക് ബേർഷേബയിലേക്ക് പോയി. അവിടെ എത്തിയ രാത്രിയിൽ യഹോവ വീണ്ടും അവന് പ്രത്യക്ഷപ്പെട്ടു. ഒരിക്കൽ കൂടി ആ സാന്നിധ്യവും വാഗ്ദാനവും ഉറപ്പിക്കുകയാണ്. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു. പേടിക്കേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്റെ ദാസനായ അബ്രഹാം കാരണം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും. എന്തൊരാശ്വാസമായിരിക്കും അത് ഇസ്ഹാക്കിന് നൽകിയത്. അവന്റെ പ്രതികരണം എന്തായിരുന്നു? അവിടെ ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു, അവിടെ കൂടാരമടിച്ചു. അവന്റെ ആളുകൾ ഒരു കിണറും കുഴിച്ചു. അതെ, ദൈവസാന്നിധ്യം അനുഭവിച്ചപ്പോൾ അവന്റെ ആദ്യത്തെ പ്രതികരണം ആരാധനയാണ്. ആ പ്രശ്നങ്ങൾക്കു ശേഷം കിട്ടിയ സമാധാനവും ഉറപ്പും അവനെ ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചു. ഈ സമയത്താണ് കഥയിലെ വേറൊരു ട്വിസ്റ്റ്.
ഇസഹാക്കിനെ പുറത്താക്കിയ അതേ അബീമലെക്ക് രാജാവ് ആ പിന്നെ അവന്റെ കൂടെ സ്നേഹിതൻ അഹൂസത്തും സേനാപതി ഫീക്കോലും അവർ ഇസഹാക്കിനെ തേടി ബേർഷേബയിൽ വരുന്നു. എന്തിനായിരിക്കും? അത്ഭുതമെന്ന് പറയട്ടെ, അവർ വരുന്നത് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കാനാണ്. അവർ ഇസഹാക്കിനോട് പറയാണ്, യഹോവ നിന്നോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വ്യക്തമായി കണ്ടു. ഇസ്ഹാക്കിന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഇടപെടലും അനുഗ്രഹവും ശത്രുക്കൾക്ക് പോലും മനസ്സിലായി. അവർ പറയാണ്, അതുകൊണ്ട് നമുക്കിടയിൽ ഒരു സത്യം ചെയ്യണം, ഒരു ഉടമ്പടി ചെയ്യണം. ഞങ്ങൾ നിന്നെ ദ്രോഹിക്കാതെ നന്മ മാത്രം ചെയ്ത് സമാധാനത്തോടെ അയച്ചില്ലേ, അതുപോലെ നീയും ഞങ്ങളെ ദ്രോഹിക്കരുത്. നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണല്ലോ. ദൈവത്തിന്റെ പ്രവൃത്തി നോക്കൂ. ഇസഹാക്കിന്റെ ആ സമാധാനപരമായ നിലപാട്, അവനോടൊപ്പം ദൈവമുണ്ടെന്ന തിരിച്ചറിവ്, ശത്രുക്കൾ സമാധാനത്തിനു വേണ്ടി മുൻകൈയെടുക്കുന്നു. രാവിലെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം ചെയ്തു, ഒരു ഉടമ്പടി ഉണ്ടാക്കി സമാധാനത്തോടെ പിരിഞ്ഞു. അതേ ദിവസം തന്നെ വേറൊരു സന്തോഷം കൂടിയുണ്ടായി. അവന്റെ ദാസന്മാർ ബേർഷേബയിൽ കുഴിച്ച കിണറ്റിൽ വെള്ളം കണ്ടെത്തി. ആ കിണറിന് ഇസഹാക്ക് ശിബ എന്ന് പേരിട്ടു. ശിബ എന്നാൽ ശബദം അല്ലെങ്കിൽ ഏകൾ എന്നൊക്കെ അർത്ഥം വരാം. ആ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട പേരാണ്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ഇന്നും ബേർഷേബ, ശബദത്തിന്റെ കിണർ എന്ന പേര് വന്നത്. ഉടമ്പടികൾക്കും സമാധാനത്തിനും ദൈവം എത്ര പ്രാധാന്യം കൊടുക്കുന്നുവെന്നത് കാണിക്കുന്നു. ഈ അധ്യായത്തിന്റെ മിക്ക ഭാഗവും ദൈവത്തിന്റെ വിശ്വസ്തതയും ഇസഹാക്കിന്റെ അനുഗ്രഹങ്ങളുമാണ് പറയുന്നത്. പക്ഷേ അവസാനം ഒരു ചെറിയ ആശങ്കയുടെ നിഴലുണ്ട്. അതെ, ഇസഹാക്കിന്റെയും റുബേക്കയുടെയും മൂത്ത മകൻ ഏശാവിന്റെ കല്യാണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏശാവിന് 40 വയസ്സായപ്പോൾ അവൻ ദൈവത്തിന്റെ സ്വന്തം ജനത്തിൽ നിന്നല്ല, കാനാൻ ദേശക്കാരായ ഹിത്യരിൽ നിന്ന് 2 സ്ത്രീകളെ ഭാര്യമാരായിട്ടെടുത്തു. ബേരിയുടെ മകൾ യഹൂദീത്ത്, ഏലോന്റെ മകൾ ബാസമത്ത്. ഈ കല്യാണം ഇസഹാക്കിനും റിബേക്കയ്ക്കും മനോവ്യസനമായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? കാരണം അത് ദൈവത്തിന്റെ പദ്ധതിക്ക് നിരക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നില്ല, ഉടമ്പടിയുടെ വിശുദ്ധിക്ക് ചേർന്നതല്ലായിരുന്നു. അബ്രഹാമിന്റെ സന്തതി അന്യജാതിക്കാരുമായി കലരാതെ വേറിട്ട് നിൽക്കണമെന്ന ദൈവഹിതത്തിനെതിരായിരുന്നു. കുടുംബത്തിൽ പിന്നീട് വരാനിരിക്കുന്ന വലിയ പ്രശ്നങ്ങളുടെ ഒരു സൂചന കൂടിയാണ് ഈ സംഭവം. സ്വന്തം ഇഷ്ടങ്ങൾ ദൈവഹിതത്തിനു മുകളിൽ വെച്ചാൽ അത് ദുഃഖം കൊണ്ടുവരും എന്നൊരു പാഠം. ശരിയാണ്. അപ്പോൾ ഇസഹാക്കിന്റെ ജീവിതത്തിലെ ഈ ഉയർച്ച താഴ്ചകളിലൂടെയുള്ള യാത്രയാണ് ഈ അധ്യായം. ഇതിൽ നിന്ന് നമുക്ക് ഇന്ന് ദൈവമക്കൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുക. ക്ഷാമം വന്നപ്പോഴും ദൈവം ഇസഹാക്കിനെ നോക്കി വാഗ്ദാനം പുതുക്കി. നമ്മുടെ ജീവിതത്തിലെ ക്ഷാമകാലത്തും ദൈവം വിശ്വസ്തനാണ്, അവന്റെ വാഗ്ദാനങ്ങൾ നിലനിൽക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. രണ്ടാമതായി, ഭയം കാരണം സത്യത്തിൽ നിന്നും മാറിപ്പോകുന്നതിന്റെ അപകടം. പക്ഷേ അതിലും വലിയ ദൈവകൃപ നമ്മെ താങ്ങും എന്നും കണ്ടു. അതുകൊണ്ട് സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിക്കാം. മൂന്നാമത്തേത്, എതിർപ്പുകളും തർക്കങ്ങളും വരുമ്പോൾ ഇസഹാക്ക് കാണിച്ച ആ സമാധാനപരമായ നിലപാട്, ആ സ്ഥിരോത്സാഹം. ഏസക്കും സിദ്നയുമൊക്കെ ഉണ്ടാവാം, പക്ഷെ പ്രതികാരം ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ രഹോബോത് എന്ന വിശാലത ദൈവം തരും. നാലാമതായി, സമാധാനമുണ്ടാക്കാൻ മുൻകൈയെടുക്കുക. നമ്മളോടൊപ്പം ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ ശത്രുക്കൾ പോലും സമാധാനത്തിനായി വരും. അബീമേലെക്കുമായുള്ള ഉടമ്പടി അതാണ് തെളിയിക്കുന്നത്. പിന്നെ അഞ്ചാമതായി, നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ പ്രാധാന്യം, പ്രത്യേകിച്ച് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. ഏശാവിന്റെ തെറ്റായ തീരുമാനം മാതാപിതാക്കൾക്ക് ദുഃഖമുണ്ടാക്കി. നമ്മുടെ തീരുമാനങ്ങൾ ദൈവഹിതത്തിന് ചേർന്നതാണോ എന്ന് എപ്പോഴും നോക്കണം. അതെ, അത് നമ്മുടെയും കുടുംബത്തിന്റെയും സമാധാനത്തിന് പ്രധാനമാണ്. ഈ സത്യങ്ങളൊക്കെ ഓർത്ത് നമ്മുടെ ഓരോ സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ടു പോകാൻ നമുക്ക് ശ്രമിക്കാം. വളരെ നല്ല ചിന്തകൾ. ഈ സത്യങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്ത് നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനത്തിലെ ആഴമേറിയ സത്യങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഉൽപ്പത്തി 26 ഇസഹാക്കിന്റെ ജീവിതം ധ്യാനിക്കാൻ അങ്ങ് തന്ന അവസരത്തിനായി സ്തോത്രം. തലമുറകളായി വാഗ്ദാനങ്ങൾ പാലിക്കുന്ന വിശ്വസ്തനായ ദൈവമേ, ക്ഷാമത്തിലും ഭയത്തിലും തർക്കങ്ങളിലും ഇസഹാക്കിനോടുകൂടെ ഇരുന്നതുപോലെ ഞങ്ങളോടും കൂടെ ഇരിക്കണമേ. കർത്താവേ, ഇസഹാക്കിനെ പോലെ അങ്ങയുടെ വാക്കിന് കാതോർക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ചിലപ്പോൾ ഭയം കാരണം ഞങ്ങൾ വീണുപോയാലും അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചെഴുന്നേൽക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ഈജിപ്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് അങ്ങ് കാണിക്കുന്ന വാഗ്ദത്ത ദേശത്ത് ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നുണയുടെയും വഞ്ചനയുടെയും വഴികൾ വിട്ട് സത്യത്തിൽ നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ.
പ്രതിസന്ധികളിലും എതിർപ്പുകളിലും പ്രതികാരം ചെയ്യാതെ സഹിഷ്ണുതയോടെയും സ്ഥിരോത്സാഹത്തോടെയും നിലനിൽക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏസെക്കുകളെയും സിത്നാകളെയും തരണം ചെയ്ത് രഹോബോത്ത് എന്ന അങ്ങയുടെ വിശാലത അനുഭവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറ്റുള്ളവരുമായി സമാധാനത്തിൽ ജീവിക്കാനും അങ്ങയുടെ സാക്ഷികളായി നിലകൊള്ളാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഏശാവിനെപ്പോലെ ലോകമോഹങ്ങൾക്ക് പിന്നാലെ പോകാതെ അങ്ങയുടെ ഇഷ്ടമറിഞ്ഞ് തീരുമാനങ്ങളെടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ഇസഹാക്ക് ബേർഷേബയിൽ ചെയ്തതുപോലെ അങ്ങയെ ആരാധിക്കാനും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാനും കൃപ നൽകണമേ. എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ കരുതലിൽ ആശ്രയിക്കാനും ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായി സമർപ്പിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഉൽപ്പത്തി 26 അധ്യായത്തെക്കുറിച്ചുള്ള ഈ ചിന്തകളിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വെളിച്ചവും പ്രോത്സാഹനവുമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പഠനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളുമൊക്കെ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ soulfulscriptureseveryday@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതാം. സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലുമാണ് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നത്. അപ്പോ അടുത്ത ആഴ്ച പുതിയൊരു ദൈവവചന ചിന്തയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും നേരുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.